നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ ഇംപ്രൂവ് ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നിങ്ങൾ സംസാരിക്കുന്ന ഒരാൾ കുറച്ചുകൂടെ അറ്റൻറ്റീവായിട്ട് കേൾക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന 3 ടിപ്സ് ആണ്. ആദ്യത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ നാച്ചുറൽ ആയിട്ടുള്ള ബ്രേക്കുകൾ ഉപയോഗിക്കുക. ഒരു വ്യക്തി ശ്വാസം എടുക്കാൻ യൂസ് ചെയ്യുന്ന സമയം അല്ലെങ്കിൽ അയാളെ നാച്ചുറൽ ആയിട്ട് മറ്റെന്തെങ്കിലും ആവശ്യത്തിന് എടുക്കുന്ന ബ്രേക്കുകൾ യുക്തിപൂർവ്വം എടുത്തുകൊണ്ട് നിങ്ങൾ അവിടെ സംസാരിക്കാൻ ശ്രമിക്കണം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് നിങ്ങളുടെ അടുത്തേക്ക് വരും. ഒരിക്കലും അതവർക്കൊരു ഫൂളിഷ് ആയിട്ടുള്ള ബിഹേവിയർ ആയിട്ടോ അല്ലെങ്കിൽ റൂഡ് ആയിട്ടുള്ള ഒരു ബിഹേവിയറോ ആവാത്ത തരത്തിൽ അത് കൈകാര്യം ചെയ്യേണ്ടത് നിങ്ങളുടെ ഡ്യൂട്ടിയാണ്. അടുത്ത വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതിലുള്ള കമ്മ്യൂണിക്കേഷൻ ടിപ്സിന് വേണ്ടി ഡു ഫോളോ വിത്ത് ബാബു. വോളിയവും ക്ലാരിറ്റിയും എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം പറയുന്ന സമയത്ത് ഗൗരവമായിട്ടുള്ള ഒരു ടോണിൽ പറയാൻ വളരെ സോഫ്റ്റ് ആയിട്ടാണ് നമ്മൾ സംസാരിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന മൂഡ് എന്ന് പറയുന്നത് ഒരിക്കലും ആ വ്യക്തിക്ക് ക്ലിയർ ആയിട്ട് കൺവേ ആവില്ല എന്നുള്ളതാണ്. അതേപോലെ തമാശയുള്ള ഒരു കാര്യം വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ടോണിലാണ് നമ്മൾ പറയുന്നതെങ്കിൽ ആ വ്യക്തി എങ്ങനെയാണ് അത് തമാശയാണെന്ന് മനസ്സിലാക്കുക. സോ വോയിസും ക്ലാരിറ്റിയും ബാലൻസ് ചെയ്ത് സംസാരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ഗ്രൂപ്പിലിരിക്കുന്ന സമയത്ത് ആ ഗ്രൂപ്പിലുള്ള ആളുകൾ മുഴുവൻ സംസാരിക്കുന്നതിൻ്റെ 2 ഇരട്ടി എനർജിയിലാണ് നിങ്ങൾ സംസാരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ ഗ്രൂപ്പിലുള്ള ആളുകൾ എല്ലാവരും കൂടുതലായിട്ട് നിങ്ങളെയായിരിക്കും ശ്രദ്ധിക്കാൻ പോകുന്നത്. കാര്യം എനർജി എന്ന് പറയുന്ന എക്സൈറ്റ്മെന്റ് ആണ്. സോ ആസ് എനർജി ഇൻക്രീസസ് എക്സൈറ്റ്മെന്റ് വിൽ ഓൾസോ ഇൻക്രീസ്. യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ഈ വീഡിയോ സേവ് ചെയ്യുക, ഒപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക.